ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള മുട്ടപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് മുട്ടപ്പഴം. അപ്പോൾ പൊതുവേ ഇത് ഇവിടെ ഉള്ളവർക്കൊന്നും അധികം അങ്ങനെ വെറുതെ കഴിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിങ്ങനെ കഴിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു രീതിയിൽ, അതായത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുക എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മുട്ടപ്പഴം എന്ന് പറഞ്ഞാൽ ഒരുപാട് പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയതിനാൽ നമ്മുടെ പ്രായത്തെ ചെറുത്ത് നിൽക്കാനും അതുപോലെ യുവത്വം നിലനിർത്താനൊക്കെ ഉള്ള കഴിവ് മുട്ടപ്പഴത്തിനുണ്ട്. പിന്നെ കൂടാതെ വിളർച്ച, അസിഡിറ്റി, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ പ്രതിരോധശക്തി നൽകാനും മുട്ടപ്പഴത്തിന് കഴിവുണ്ട്. പിന്നെ നല്ല മഞ്ഞ നിറത്തിലുള്ള ഈ ഒരു മുട്ടപ്പഴത്തിൽ ധാരാളം ബീറ്റ കരോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും തലമുടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. കൂടാതെ ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയതിനാൽ രക്തത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും ശരീരത്തിൻ്റെ ഊർജ്ജം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നു. പിന്നെ ഈ ഫ്രൂട്ടിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരത്തിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് നീക്കം ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് ആരോഗ്യപ്രദമായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് ഇത് ശരീരത്തിന്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഐസ്ക്രീമിൻ്റെ രുചിയിൽ നമുക്ക് ഇതെങ്ങനെ കൊടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടപ്പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരുവും കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഴുത്ത മുട്ടപ്പഴം വേണം കേട്ടോ എടുക്കാൻ. ഇനി നമുക്കിത് മിക്സിയുടെ ജ്യൂസിങ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പാലാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ പാൽ ഒന്ന് കട്ടയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാറിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മുട്ടപ്പഴം വെച്ചിട്ട് നല്ല ഐസ്ക്രീമിൻ്റെ രുചിയിലുള്ള ഒരു അടിപൊളി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ മുട്ടപ്പഴമൊക്കെ വീട്ടിലുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്